വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പൊ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയറിന്റെ മൂന്നാമത്തെ പാർട്ട് ക്ലാസ് ആണ്. അപ്പൊ 2025 തൊട്ട് നമുക്കറിയാം ഈ 10th ലെവല് ഡ്രൈവർ, +2 ലെവൽ യൂണിഫോം തസ്തിക, ഡിഗ്രി ലെവൽ എല്ലാത്തിനും 10 മാർക്കിനാണ് ഡ്രൈവർ പാർട്ട് ചോദ്യം വരുന്നത്. എന്താ ഡ്രൈവർ പാർട്ടല്ല, കറണ്ട് അഫെയർ പാർട്ട് ചോദ്യം വരുന്നത് 10 മാർക്കിന്. അപ്പൊ 2025 ജനുവരി തൊട്ട് നിങ്ങൾ മുമ്പോട്ട് പഠിക്കുക, അതിനുശേഷം ബാക്കിലോട്ട് പഠിക്കുക. കാരണം ബാക്കിലോട്ട് നമ്മൾ 2023 തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും എത്താൻ പോകുന്നില്ല. അപ്പൊ ബാക്കിലോട്ട് പഠിക്കുമ്പോൾ കുറെ അധികം കവറായി അത്യാവശ്യം മാർക്ക് കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത 25, 24 പകുതിയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ 25 തൊട്ട് ഇങ്ങോട്ട് പഠിക്കുക, അതാണ് നല്ല ഐഡിയ. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ചോദ്യം, ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതായത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ നമ്മൾ എമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ, ആ കാത്തിരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ പദ്ധതി. ഇനി ഭുവനേശ്വർ കുമാർ ആധാർ പദ്ധതിയുടെ സിഇഒ ആയിട്ട് തിരഞ്ഞെടുത്തത് ഭുവനേശ്വർ കുമാറിനെയാണ്. നമുക്കറിയാം ആധാറിൽ 12 വിസിബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അത് PSC PYQ ക്വസ്റ്റ്യൻ ആണ്. 16 ലെറ്റർ ആധാറിൽ സത്യം പറഞ്ഞ ഉണ്ട്, പക്ഷെ അതിൽ 16 നമ്പേഴ്സ്, അതിൽ 12 നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൂ, 4 രഹസ്യ കോഡാണ്, നമുക്ക് അറിയത്തില്ല. ഈ ആധാറിന്റെ ലോഗോ ആരാണ്, എന്താണ് ലോഗോയുടെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതുൽ സുധാകർ റാവു ആണ്. ഒരു നല്ല GK ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ കൊള്ളാവുന്ന. പിങ്കലി വെങ്കയ്യൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പഠിക്കും അല്ലേ. ഇതിൽ അതുൽ സുധാകർ റാവു ആണ് ആധാറിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത്. ഇനി ഭുവനേശ്വർ കുമാറാണ് ആധാർ പദ്ധതിയുടെ സിഇഒ കേട്ടോ, ഇപ്പോഴത്തെ നിലവിലെ. കൈറ്റ് ഫെസ്റ്റ് മുമ്പും ചോദിച്ചിട്ടുണ്ട്. കൈറ്റ് ഫെസ്റ്റിന് വേദിയാവുന്ന നഗരം അഹമ്മദാബാദാണ്. ഗുജറാത്തിലാണ് കൈറ്റ് ഫെസ്റ്റ് നടക്കുന്നത്, അവിടെ അഹമ്മദാബാദ് നഗരത്തിലാണ് വേദിയായത്. കൈറ്റ് ഫെസ്റ്റ്, പട്ടം പറത്തൽ ഫെസ്റ്റ്. ഉയരാം ഒത്തുചേർന്ന്, ലോക്സഭാ അംഗമായ K രാധാകൃഷ്ണന്റെ പുസ്തകമാണ് ഉയരാം ഒത്തുചേർന്ന്, വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത കാവേരി റിവറിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഇറങ്ങി, അതിന്റെ പേരെന്ന് പഠിച്ചു വെച്ചിരിക്കുക, കാവേരി റിവർ ഓഫ് ലൈഫ്. സിമ്പിൾ ആണ്, പക്ഷെ എങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 കാവേരി ഓപ്ഷൻ വെച്ച് തന്നു കഴിഞ്ഞാൽ കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ആലപ്പാട് കൊല്ലം ജില്ലയിലെ ആലപ്പാടാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ടർഫ് കേരളത്തിൽ വന്നത്. ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 3 ടിക്ക് ഇടായിരുന്നു. ഗവൺമെന്റിന്റെ കീഴിലുള്ള ആദ്യത്തെ ടർഫ്, എല്ലായിടത്തും ടർഫല്ലേ കളിക്കളം, നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പാടാണ്. ആലപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ്. രണ്ടും പഠിച്ചു വെച്ചാണ്, ഏതാണെന്ന് ചോദിക്കാം. കെ അരവിന്ദാക്ഷന് ഈ വർഷത്തെ 2024 ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുടി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ നോവലായ ഗോപ എന്ന നോവലിനാണ് ലഭിച്ചത്. ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്, 3 ടിക്കറ്റേക്കാം. 2025 ഇതും ചോദിക്കാൻ കൊള്ളാവുന്നതിന് ഡബിൾ ടിക്കറ്റേക്കാം, കാരണം അണ്ടർ-19 വുമൻസ് ആണ്, അതുകൊണ്ടാണ്. 2025 അണ്ടർ-19 വുമൺ വനിതാ വേൾഡ് കപ്പിന് വേദിയാവുന്നത് മലേഷ്യയിലാണ്. അതില് ഒരു മലയാളി താരം ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചു. ആരാണ്? VJ ജോഷിത. ഒന്ന് പഠിച്ചു വെച്ചോണേ. ഇനി അടുത്തത് ഈ ഒരു ചോദ്യം, നമ്മളെ ചാനലിലെ അഡ്മിന്റെ പേര് വെച്ച് പഠിക്കാം. അഡ്മിൻ ആണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവർ ആണ്, ജിതിൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ ജിതിൻ വിജയനാണ് സാഹസിക മറന്നുകൂടാ, പെട്ടെന്ന് തീർക്കാം. സാഹസിക സ്കൈ റൈഡിങ്ങിന് നോർക്കെ പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയനാണ്. പയ്യനാണ്, ചാനലിന്റെ അഡ്മിനാണ്, അവൻ ബെസ്റ്റ് ഡ്രൈവർ ആണ്. അപ്പൊ സാഹസിക ഡ്രൈവറിനുള്ള പുരസ്കാരം ലഭിച്ചത് ടെനൻ സിംഗ് നോർക്കെ പുരസ്കാരം. അങ്ങനെയാണെന്ന് പറയാം, നോർക്കെ പുരസ്കാരം. ഓക്കെ, അതായത് സാഹസിക ഡ്രൈവിങ്ങിനുള്ള സ്കൈ റൈഡറിനുള്ള പുരസ്കാരം ജിതിൻ വിജയനാണ് ലഭിച്ചത്. അത് ജിതിൻ ആലോചിച്ച് പഠിച്ചാൽ മതി. അഡ്മിൻ ജിതിൻ ടാക്സ് എന്നാണ് അവന്റെ ഇട്ടേക്കുന്ന നെയിം. ഇപ്പം നമ്മളെ യൂട്യൂബിന്റെ ഇതിന്റെ യൂസർ നെയിമായിട്ട്. ഇനി സ്പേസ് ഡോക്ക് ഡോക്കിംഗ് സംവിധാനത്തിന് വേണ്ടി സ്പേസ് ഡോക്ക് എന്ന സംവിധാനം വിജയകരമായി പൂർത്തിയാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു വേണ്ടി വിക്ഷേപണ ഡേറ്റ് 24 ഡിസംബർ 30. പിക്സൽ അതേപോലെ ദിഗാംബര ഇത് രണ്ടും അടുത്തിടെ വിക്ഷേപിച്ച വിക്ഷേപണ വാഹനങ്ങളാണ്. ഇനി ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇത് കലാമണ്ഡലത്തിന് നൃത്ത അധ്യാപകനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി RLV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ നൃത്ത ഇനം ഭരതനാട്യമാണ്. പഠിച്ചോളം, RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായ ആദ്യത്തെ മലയാളിയാണ് RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഇനം ഭരതനാട്യമാണ്. ചോദിച്ചോ. ഇനി
ആ ആർക്കെതിരെയാണ് ഇന്ത്യ വേൾഡ് ക്രിക്കറ്റില് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്? അത് അയർലൻഡിനെതിരെയാണ്. ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമാണ് നേടിയത്. പക്ഷെ ഇന്ത്യയുടെ പുരുഷ ടീം നേടിയേക്കാൾ വലിയ സ്കോറാണ് ഇപ്പൊ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ആർക്കെതിരെയാണ് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയെന്ന് വെച്ചാൽ ഇപ്പൊ ഉത്തരം അയർലൻഡാണ്. അയർലൻഡിനെതിരെയാണ് ഉയർന്ന സ്കോർ നേടിയത് ഏകദിന ക്രിക്കറ്റില്. ഓക്കെ, ഇനി അടുത്ത സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇലക്ട്രോണിക് കൈനറ്റിക് മൈനിങ് ആരംഭിച്ച രാജ്യം. ഇലക്ട്രോണിക് കൈനറ്റിക് മൈനിങ് എന്ന് വെച്ചാൽ റയർ എർത്ത് എലമെന്റ്സിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കൈനറ്റിക് മൈനിങ് ആരംഭിച്ച രാജ്യം എന്ന് വെച്ചാൽ ചൈനയാണ്. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. 3 ടിക്കറ്റാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് കേരളത്തിൽ നിലവിൽ ഗവൺമെന്റിന്റെ കീഴിൽ നിലവിൽ വരുന്ന സമ്പൂർണ്ണ പ്ലാസ്റ്റിക്, ഇങ്ങനെയാണ് ചോദ്യം, സമ്പൂർണ്ണ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ഗവൺമെന്റിന്റെ കീഴിൽ എവിടെയാണ് വരുന്നത് വെച്ചാൽ പത്തനംതിട്ടയില് കുന്നത്താനത്താണ്. കുന്നന്താനം പഠിച്ചോണം. ഖോഖോ ഗെയിംസിന് വേദിയാവുന്ന ന്യൂഡൽഹി പ്രഥമ ഖോഖോ ഗെയിംസ് പഠിച്ചില്ലേ? അതിന് വനിതാ വിഭാഗവും പുരുഷ വിഭാഗവും വിജയിച്ചത് ഇന്ത്യയാണ്. റണ്ണറപ്പ് രണ്ടിലും ആരെയാണ്? നേപ്പാളാണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. നേപ്പാളും ഇന്ത്യയാണ് വിജയിച്ചത്. പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും ഖോഖോ വേൾഡ് കപ്പിൽ ജയിച്ചത് ആരാണ്? ഇന്ത്യയാണ്. പിന്നെ നേപ്പാളാണ് റണ്ണറപ്പ്. ഓക്കെ, ഇത്രയും പോയിന്റാണ് വരുന്നത്. പിന്നെ ഇന്ന് കസ്തൂരി രംഗൻ മരിച്ചിട്ടുണ്ട്. നമ്മളെ പരിസ്ഥിതി ലോല പ്രദേശത്തെ കുറിച്ചൊക്കെ പഠനം നടത്തിയത് വിദ്യാഭ്യാസ കമ്മീഷൻ എല്ലാം കൊണ്ടുവന്ന കസ്തൂരി രംഗൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കറണ്ട് അഫയർ. അപ്പൊ കറണ്ട് അഫയർ ക്ലാസ്സുകൾ നല്ലപോലെ പഠിച്ചു പോവുക, യൂസ്ഫുൾ ആക്കി എടുക്കുക.